ഒരു പെണ്ണ് 100 കണ്ണ്, ഇതാണ് നമ്മുടെ നാടകത്തിന്റെ പേര്. ആ നാട്ടിൽ ഒരു അനാഥക്കുട്ടി ഉണ്ടായിരുന്നു. അവൾ അതീവ സുന്ദരിയായിരുന്നു. അവളെ ഒരു നോക്ക് കണ്ട എല്ലാവർക്കും അവളോട് പ്രണയം തോന്നിപ്പോവും. അങ്ങനെ അവസാനം ചിലർ ആ പെൺകുട്ടിയെ ദേവദാസിയാക്കാനുള്ള ശ്രമം തുടങ്ങി. പിന്നെ ഇതില് എല്ലാവർക്കുള്ള വേഷമുണ്ട്. ചെയ്യാൻ തയ്യാറല്ലേ? അല്ല, കാര്യമൊക്കെ ശരിയാ. പക്ഷെ നാടകത്തിൽ ആകെ ഒരു പെണ്ണേ ഉള്ളൂന്ന് തോന്നുന്നു. ഡാടാ ഒന്നും മിണ്ടാതിരിക്കടാ. ഈ തവണ നീ നാടകം കുളമാക്കുമല്ലോ. എന്നാ പിന്നെ ഞാൻ നിങ്ങൾക്കുള്ള ഡയലോഗുകൾ തരാം. അതിൽ നിങ്ങളുടെ കഴിവുകൾ അനുസരിച്ച് വേഷങ്ങൾ തീരുമാനിക്കാം. ഓ ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അങ്ങനെ ആരെങ്കിലും ഒരാളെങ്കിൽ ഇതാ പിടിച്ചോ. ഇതാണ് നിനക്കുള്ള ഡയലോഗ്. ഇത് നിനക്കുള്ളത്. ലളിത, മാനത്തെ ചന്ദ്രികയെ പോലെ പ്രകാശിക്കുന്ന നിന്റെ മായാമിഴികളാൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. എന്നിലെ പ്രണയത്തിന് നിൻ ഹൃദയത്തിനകത്തളത്തിൽ ഒരിടം തരുമോ പ്രിയേ? പറയടാ. വാ മകളെ ചന്തയിലേക്ക് അത് മകളുമല്ല, നീ ഉദ്ദേശിക്കുന്ന ചന്തയല്ല. മാനത്തെ ചന്ദ്രികയെ പോലെ. വാ മകളെ മാനത്തെ ചന്ദ്രികയെ പോലെ. ആശാനെ, ഇപ്പൊ എന്താ ഈ ചെറുക്കന് ഈ പെണ്ണിനോട് പ്രണയം തുറന്നു പറയണം. എന്താ പിടിക്ക്, അത് ഞാൻ കാണിച്ചു തരാം. എന്തിനാണ് റിപ്പയർ ആയി ബസ് പോലെ കിടക്കുന്നത്? ബാ, നട്ടും ബോൾട്ടൊക്കെ ശരിയായിട്ട് നമുക്ക് പോയിക്കൊണ്ടേയിരിക്കാം. നിർത്തടാ, എവിടെയെങ്കിലും പോയിരിക്കേ. രമേശ, നിന്നെ കണ്ടിട്ട് നീ ആകെ കഷ്ടത്തിലാണെന്നാണല്ലോ തോന്നുന്നത്. കാശ് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ തരാം. കൈയെടുത്ത് മാറ്ററ ഡയലോഗ് ആശാനെ. നിന്നെ പോലുള്ള മണ്ടന്മാരെ വെച്ചേ ഈ നാടകം മുന്നോട്ട് പോകും തോന്നില്ല. പ്രാക്ടീസൊക്കെ നാളെ മുതൽ തുടങ്ങാം. എങ്ങോട്ടാടാ മുങ്ങുന്നേ? ലക്ഷമൊക്കെ പിന്നെ കൊടുക്കാം. ആദ്യം എന്റെ ബെഞ്ചിന്റെ കാര്യം പറയടാ. അത് പിന്നെ ചേട്ടാ, ഞാനത് പിന്നെ നീ അന്ന് എന്താ പറഞ്ഞേ? നാളെ തന്നെ ചെയ്തു തരാമെന്നും പറഞ്ഞ് 1000 രൂപ മേടിച്ച് ചുള പോലെ എടുത്ത് പായ്ക്കുന്നത് വെച്ചില്ലേ? എന്നിട്ട് എവിടാ? നീ എനിക്ക് ബെഞ്ച് ഉണ്ടാക്കി തന്നല്ലോ അല്ലേ? ആ കടയിലേക്ക് വരുന്ന സകലവുമാരും ബെഞ്ച് ശരിയില്ലാന്ന് പറഞ്ഞ് എന്റെ മോതയ്ക്ക് കാർത്തിപ്പോ. അങ്ങനെ ആരെ തുപ്പിയെന്ന് പറയട്ടെ. നിന്റെ തന്ത. എന്റെ തന്തയല്ല, ഞാൻ വീട്ടിൽ പോകുമ്പോൾ പറഞ്ഞോളാം. ഒരുമാതിരി ഉണ്ടാക്കി വർത്താനം പറയല്ലേ? ഡാ, ഇന്ന് എങ്ങനെയെങ്കിലും നീ എനിക്ക് ബെഞ്ച് ഉണ്ടാക്കി തന്നിരിക്കണം. ഒന്നുകിൽ എനിക്ക് ബെഞ്ച് കിട്ടണം, അല്ലെങ്കിൽ നീ എന്റെ ഇത് മേടിച്ച കാശ് എനിക്ക് തിരിച്ചു കിട്ടണം. എനിക്ക് കലി കയറിയാലുണ്ടല്ലോ മോതടിച്ച് പറത്ത് ഞാൻ. ചേട്ടാ, എന്താടാ ചായ ക്ലാസ് കഴുകുന്നവനാണല്ലോ എന്ന് വിചാരിച്ച് നീ എന്റെ അടുത്ത് ആളാ നോക്ക്. പറയടാ എന്റെ പൊന്നു ചേട്ടാ, എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. നാളെ വൈകുന്നേരത്തിന് മുമ്പ് സാധനം ശരിയാക്കി കൊണ്ടുതരാം. ഇപ്പൊ ചേട്ടൻ പോകും. എങ്ങോട്ട് പോകാൻ? നീ ഓസിനൊന്നും അല്ലല്ലോ ഉണ്ടാക്കാന്ന് പറഞ്ഞത്. ചുള പോലെ എണ്ണി വാങ്ങിച്ചില്ലേ? അല്ല, അതല്ല ചേട്ടാ, ഞാൻ നന്നാക്കി തന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നെപ്പോലുള്ളവന്മാരുടെ ഒക്കെ വർത്താനം പറഞ്ഞ് എന്റെ തലയിലുണ്ടായിരുന്ന മുടി മുഴുവൻ പോയി. നീ ഒരു വിഗ് മേടിച്ച് വെക്കണമെങ്കിൽ അതിനും കാശ് വേണം. ഇയാള് വെറുതെ ആസനത്തിൽ തീയിട്ട് പോലെ കിടന്ന് കാണിക്കുന്നതിന് മനുഷ്യ വെറുപ്പിക്കാൻ. വാ പോവാ. ലങ്ക, വീട്ടിലെന്തെങ്കിലും കഴിക്കാനുണ്ടോടാ? ഇതൊന്ന് നിർത്തിക്കൂടെ നിനക്ക്? എടാ ശങ്കര, നീ എന്തിനാ ഏതു നേരം ഇങ്ങനെ കുടിച്ചോണ്ട് നടക്കുന്നേ? ഞാൻ പറയുന്ന കേക്ക്, ഇതൊന്നും ശാശ്വതമല്ല. പക്ഷെ ലക്ഷ്മി ഉണ്ടല്ലോ, അവസാനം വരെ ഉണ്ടാവും. അവളെ നീ അങ്ങ് കല്യാണം കഴിക്കടാ. ആ വിധവേനയാ വല്ലവന്റെയും കടം വീട്ടാനായിട്ട് ഒരുത്തന്റെ കൂടെ കെട്ടിച്ചു വിട്ടിട്ട്
ഇപ്പൊ വേറൊരുത്തന്റെ കൂടെ പൊറുക്കണമെന്ന്. അതിന് ഞാൻ അവളെ കെട്ടണമല്ലേ? നീ പറഞ്ഞുള്ളതാ. കടം കയറി കടം വാങ്ങിച്ചു കഴിഞ്ഞാ എനിക്ക് കാശ് തന്നവരൊക്കെ ഉറക്കത്തിൽ വന്ന് എന്റെ നെഞ്ചത്ത് കയറി ഇരിക്കുന്ന പോലെ തോന്നുന്നേ. ഈ വാങ്ങിച്ച കടമൊക്കെ ഞാൻ എങ്ങനെ വീട്ടിൽ തീർക്കാനാ? നാളെ ഞാൻ ആ മാത്തൻ ചേട്ടന്റെ മുഖത്ത് എങ്ങനെ നോക്കൂടാ? അതിന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? കൊട്ടാരം കെട്ടി കൊടുക്കാനൊന്നും പറഞ്ഞില്ല അയാള്. ചുമ്മാ ഒരു ബെഞ്ചല്ലേ, കാലത്ത് എഴുന്നേറ്റ് ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്താ പോരെ. നീ ഇപ്പൊ പോയി കിടക്കാൻ നോക്ക്. അപ്പൊ ചെയ്യല്ലേ? എന്ത് കാട്ടിക്കൂട്ടുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ നാളെ അയാൾക്ക് ആ ബെഞ്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അയാളെ എന്നെ അടിച്ച് ബെഞ്ചേ കയറ്റുമെന്ന് ഉറപ്പാ. നീ ഇതെങ്ങോട്ടാ പോകുന്നേ? നിന്നെ ഇവിടെ കണ്ട പോലെ ഉണ്ടല്ലോടാ. ഞാൻ ഈ ഭാഗത്ത് ആദ്യമായിട്ടാ. ഈ കുരുക്ഷേത്ര നാടകത്തില് ശാനിവേഷം കിട്ടിയത് നീ അല്ലടാ? അതെന്താ സാധനം ഈ ശകുനി? എടാ അത് ശകുനി അല്ല, ശകുനി. അല്ലടാ ശകുനി. ഈ പൊട്ടനെ പറഞ്ഞു മാറ്റാൻ പറ്റുന്ന എനിക്ക് തോന്നില്ലടാ. എന്റെ പൊന്നണ്ണ ഒന്ന് പറഞ്ഞാ മതി, ഒറ്റ അടി തല 2 പീസാക്കി അങ്ങോട്ട് ഇടാന്നേ. നിനക്ക് ഇത് തന്നെയാണോ പണി? അല്ലല്ല നീ തന്നെയാ ശാനി. എടാ കള്ളുകൂടിയ കൂതറ. ഞാൻ ശകുനിയല്ല, ഒരു സ്വാമിയല്ല, ദൂതന. ഈ ദൂതൻ ഒരു രാജാവ് പറയുന്ന കാര്യങ്ങൾ അപ്പുറത്തെ രാജ്യത്ത് പോയി വിളമ്പാൻ നിൽക്കുന്നവനല്ല, ആ രാജാവിനെ തന്നെ തൂക്കിയെടുത്തോണ്ട് പോകുന്നവനാ. ഹലോ മിസ്റ്റർ ദുര്യോധനൻ. ഡാ ദുര്യോധന, അവൻ പടവായി. കള്ളു കുപ്പി നിറച്ചിരിക്കുന്നതാ. ഇതൊരു രക്ഷയില്ലാത്ത സാധനമാണോടാ. എന്നാ കേറ്റിക്കോ. ഒരെണ്ണം അടിച്ചപ്പോഴേക്കും കിളി പാറി പോയല്ലോ. ചേച്ചി എന്താ? ഒരിത്തിരി കഞ്ചാവ് തരുമോ? ആ വന്നാടോ സാറേ, നമസ്കാരം. കൗണ്ടറേ, മോഷണം പോയിന്ന് ആദ്യം അറിഞ്ഞാരാ? അത് നമ്മുടെ ഇവിടെ ചായക്കട നടത്തുന്ന മാത്തനാ കണ്ടത്. ആരുടെ ചായക്ക നടത്തുന്ന മാത്തൻ? ഇവിടെ ഞാനാണ് സാറേ. കളവ് പോയത് ആദ്യം കണ്ട താനാണോ? ഞാനാ കണ്ട സാറേ. അയ്യോ അത് പറയാതിരിക്കാ വേദം. ഇന്നലെ രാത്രി എന്റെ അമ്മ എനിക്ക് കുറച്ച് പഴഞ്ചോറ് തന്നു സാറേ. ഓസാണല്ലോ എന്ന് വിചാരിച്ചാൽ വയറ് നിറച്ച് അടിച്ചു കയറ്റി. കോഴി കൂവുന്ന സമയമായപ്പോ വയറ്റിൽ എന്താണെന്നറിയില്ല ഒരു ഗുളുകുളു. കുറ്റിക്കാട്ടിലേക്ക് കയറി ഇരുന്നതേ ഓർമ്മയുള്ളൂ. അറബിക്കടൽ ഇളകി ഒരു പോക്കായിരുന്നു. അപ്പൊ ഞാൻ ആ ശബ്ദത്തെക്കാളും വലിയൊരു ശബ്ദം കേട്ടു. പോയി നോക്കിയപ്പോ നമ്മുടെ വാച്ച്മാൻ താഴെ കിടന്ന് പടയ്ക്കുക. അപ്പൊ ഞാനും ഞങ്ങളുടെ നാട്ടുകാരും 4 പേരും കൂടി ചേർന്ന് അങ്ങേരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ആ ഒരു ബഹളത്തിനിടയ്ക്ക് ഞാനാണ് ചന്തി എഴുതാനും മറന്നുപോയി. അയ്യോ സാറേ. കൗണ്ടറേ, നിങ്ങൾക്ക് ഇതിൽ നാട്ടിൽ ആരുടെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടോ? ഞങ്ങളുടെ ഇവിടെ ഈ മെഷീൻ അടിച്ചുകൊണ്ട് പോകാൻ പാകത്തിൽ അത്രയ്ക്ക് ബുദ്ധിയുള്ള ആൾക്കാരൊന്നുമില്ല. ഹലോ ഇൻസ്പെക്ടർ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാ? റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടി ബാങ്ക് മുന്നേ ഒന്ന് ചെയ്തു കൊടുത്തതാ. എന്നിട്ടോ ഒരു ഗുണം ഉണ്ടായില്ല. സാറേ ഇക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആ പമ്പ് സെറ്റ് കെട്ടത് തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നില്. അത് ഇവിടുന്ന് കൊണ്ടുപോയാൽ കുറച്ചു കാലം ജീവിക്കാനുള്ള കാശ് കിട്ടും വിചാരിച്ച് കൊണ്ടതായിരിക്കും. നാട്ടിൽ 5-6 പാട്ടക്കട ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാരെ കിട്ടും. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഈ കാര്യത്തിന്റെ പേരിൽ ഇങ്ങനെ തല പോയിക്കുന്നത്? ആ മെഷീന് അതിനു മാത്രം വലിയ വിലയുള്ളതാണോ? ഒരു 2000 രൂപ ഉണ്ടാവുമോ വില? അത് ഞാൻ തന്നെ അങ്ങ് തന്നേക്കാന്നേ. എനിക്കൊന്നേ ഉള്ളൂ, എന്റെ നാടിന്റെ അന്തസ് പോകാൻ പാടില്ല. അതുകൊണ്ടാ. കൗണ്ടറേ, പോയത് വാഴപ്പിണ്ടി വീടൊന്നുമല്ല, ATM മെഷീനാ. അതിനൊക്കെ നമുക്ക് ചില പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഇത് മോഷണമാ. ഇത് ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ കൂടെ നിന്നാൽ മാത്രം മതി.
ഓ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്നേ. ആഹാ, സൂര്യന്റെ തലയ്ക്ക് മോളി വന്നല്ലോ. വന്നാട്ടെ, നമുക്ക് നേരെ വീട്ടിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് പിരിയാം. ആദ്യം എൻക്വയറി, തീറ്റയും കാര്യമൊക്കെ അത് കഴിഞ്ഞാകാം. സാറേ, ആഹാരം കഴിക്കുന്ന നേരത്താണ് നിങ്ങളുടെ എൻക്വയറിയും പെൻക്വയറിയും ഒക്കെ നടത്തുന്നത്. ആന്നേ, ആദ്യം പോയി എന്തെങ്കിലും കഴിക്കാന്നേ. നോക്ക്, അതിപ്പോ അങ്ങനെ സാറേ, സാറ് വരുന്നത് കൊണ്ട് വീട്ടിൽ നല്ല നാടൻ കോഴി കറി വെച്ചിട്ടുണ്ട്. സാർ എന്തായാലും വന്നേ പറ്റൂ. അതെ മാനേജർ സാറേ, സാറ് ഉറപ്പായിട്ട് വരണം കേട്ടോ. വന്നിരിക്കും, ഉറപ്പായിട്ടും ഓക്കേ, വന്നിരിക്കും. ഓക്കേ, ഓക്കേ. എടാ, ഇവരെല്ലാവരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ കേട്ടോ. ഇൻസ്പെക്ടർ, താങ്കൾ ആദ്യം നടക്ക്, ഞാൻ പിന്നാലെ വന്നോളാം. ഓക്കെ.